ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പഞ്ചാബി ഭാഷയിൽ പുറത്തിറങ്ങിയ ബ്ലൂ വാൻ എന്ന സസ്പെൻസ് ത്രില്ലർ സിനിമയെക്കുറിച്ചിട്ടാണ്. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഒരു TV ചാനലിന് അഭിമുഖം നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവതാരക അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം സാധാരണ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഏത് സ്കൂളിൽ പഠിച്ചു, ഏത് കോളേജിൽ പഠിച്ചു എന്നൊക്കെ. അതിനുശേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകളെ പറ്റി ചോദിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കേസുകൾ പരിഹരിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയ കേസ് ഏതായിരുന്നു, അതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. ശരി, ഞാൻ നിങ്ങളോട് ഒരു കേസിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. ആ കേസാണ് നമുക്ക് സിനിമയായി കാണിക്കാൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് നമ്മളെ കാണിക്കുന്നത്. സ്റ്റേഷനിൽ എല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകാൻ വന്നിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ലേഡി SIയോടാണ് അദ്ദേഹം പരാതി പറയുന്നത്. അയാൾ സ്ഥിരമായി ഭാര്യയെ കാണാനില്ലെന്ന് പരാതിയുമായി വരുന്ന ആളാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഭാര്യയുമായി വഴക്കിടുന്നു. അവർ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് നിങ്ങൾ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി നൽകാൻ വരുന്നു. ഞങ്ങളുടെ സമയം വെറുതെ കളയരുത് എന്ന് അവിടുത്തെ പോലീസുകാർ പറയുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലേഡി SIക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഒരു വിവരമാണ് അവർക്ക് ലഭിക്കുന്നത്. അതറിഞ്ഞ ഉടനെ അവർ ചെറുതായി ഞെട്ടുന്നുണ്ട്. ഇത് നായകനായ ഇൻസ്പെക്ടറോട് പറയണമെന്ന് അവർ കരുതുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടറോട് ആ വിവരം പറയുന്നുണ്ട്. എന്താണ് ആ വാർത്ത എന്ന് നമുക്ക് വ്യക്തമല്ല. ഇൻസ്പെക്ടറും ഉടനെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പുറപ്പെടുന്നു. ഒരു കൊലപാതകം നടന്ന സ്ഥലത്തേക്കാണ് അവരെല്ലാവരും പോകുന്നത്. ഒരു കാട് പോലെയുള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു. ആ വഴി വന്ന ഒരാളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അതുകൊണ്ടാണ് അവരെല്ലാവരും അവിടേക്ക് വന്നത്. ആ പെൺകുട്ടിയുടെ മുഖത്ത് മുഴുവൻ ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായി അവർ ആ ശരീരം നിരീക്ഷിക്കുന്നു. ഫോറൻസിക് ടീമിനെയും അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. നായകൻ അവിടെ വന്നിട്ടുള്ള കാറുകൾ ശ്രദ്ധിക്കുന്നു. ആ കാറിന്റെ ടയർ മാർക്ക് വെച്ച് അത് എങ്ങനെയുള്ള കാറാണെന്ന് കണ്ടെത്തണമെന്ന് SIയോട് പറയുന്നു. അവരും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വിവരം മാധ്യമപ്രവർത്തകരും അറിയുന്നു. അവരും ആ സ്ഥലത്തെത്തി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസ് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. മുഖത്ത് ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയതുകൊണ്ട് ഈ വാർത്ത വൈറലാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ലേഡി SI കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഇൻസ്പെക്ടറോട് പറയാൻ തുടങ്ങുന്നു. ആ പെൺകുട്ടിയുടെ പേര് സിമ്രത്ത് എന്നാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. സിമ്രത്തിന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. സിമ്രത്തിന്റെ വിവാഹം അർമാൻ എന്നൊരാളുമായി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ ആരോ വന്ന് അർമാനെ അടിക്കുകയും സിമ്രത്തിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അർമാൻ ഇപ്പോൾ ആശുപത്രിയിലാണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു വക്കീൽ വരുന്നത്. അദ്ദേഹം അർമാനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അർമാന്റെ പരിക്ക് കുറച്ചൊക്കെ ഭേദമായതുകൊണ്ടാണ് ഇൻസ്പെക്ടറെ കാണാൻ വന്നത്. അയാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയൂ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അർമാനും നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഉടൻ വിവാഹിതരാകാൻ പോകുന്നവരായതുകൊണ്ട് സന്തോഷത്തോടെ സംസാരിച്ച് വരികയായിരുന്നു. ഒരു പാലത്തിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീല നിറത്തിലുള്ള ഒരു വാൻ അവിടേക്ക് വരുന്നു. വാനിൽ നിന്ന് ഒരാൾ ഇറങ്ങി അവരെ രണ്ടുപേരെയും ആക്രമിച്ചു. സിമ്രത്തിനെ തട്ടിക്കൊണ്ടുപോയി ഇയാളെ അവിടെ ഉപേക്ഷിച്ചു. ഇതാണ് സംഭവിച്ചതെന്ന് അർമാൻ പറയുന്നു. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേൽ സംശയമുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. ആരെയും സംശയമില്ല എന്നയാൾ പറയുന്നു. വന്നത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സർ, ശ്രദ്ധിച്ചില്ല എന്ന് അർമാൻ പറയുന്നു. ശരി, ഞങ്ങൾ വേഗം കുറ്റവാളിയെ കണ്ടെത്താം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവരെ പറഞ്ഞയക്കുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡോക്ടർ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ പോയി ഡോക്ടറെ കാണ് എന്ന് ലേഡി അസിസ്റ്റന്റിനോട് പറയുന്നു. അവരും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ആ പെൺകുട്ടിയുടെ അമ്മയോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതേസമയം പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വരുന്നു. എല്ലാവരും ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നായകന്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. അവർ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവർ ഇടയ്ക്കിടെ മകനെ വിളിക്കാറുണ്ട്. ഇപ്പോൾ വിളിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നു. കഴിച്ചെന്ന് മകൻ ഉത്തരം പറയുന്നു. കേസിന്റെ ആവശ്യത്തിനായി പുറത്തു പോവുകയാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് അസിസ്റ്റന്റ് SIയെ കാണിക്കുന്നു. അവർ ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങളെ കുറിച്ച് പറയുന്നു. ബലാത്സംഗം പോലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കഴുത്ത് ഞെരിച്ചാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത്. കൊന്നതിനു ശേഷമാണ് മുഖത്ത് ആസിഡ് ഒഴിച്ചത്. മുഖം തിരിച്ചറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കഴുത്തിൽ വിരലടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് SI ചോദിക്കുന്നു. വിരലടയാളം ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ആ കുട്ടിയുടെ വസ്ത്രത്തിൽ മറ്റൊരാളുടെ DNA കണ്ടെത്തി എന്ന് ഡോക്ടർ പറയുന്നു. മറ്റൊരാളുടെ DNAയോ എന്ന് SI ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. അതൊരു പുരുഷന്റെ DNA അല്ല, ഒരു സ്ത്രീയുടേതാണ്. അതുകൊണ്ട് കൊലപാതകം നടത്തിയത് ഒരു സ്ത്രീ ആകാനും സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. SI അത് കേട്ട് ഇൻസ്പെക്ടറെ വിവരം അറിയിക്കണമെന്ന് കരുതുന്നു. സർ, ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ മറ്റൊരാളുടെ DNA കണ്ടെത്തിയിട്ടുണ്ട്, അതൊരു സ്ത്രീയുടെ DNA ആണ് എന്നവർ പറയുന്നു. ശരിയെന്ന് ഇൻസ്പെക്ടർ കേൾക്കുന്നു. അദ്ദേഹം സിമ്രത്തിന്റെ അമ്മയെ ചോദ്യം ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് വരുന്നു. സിമ്രത്തിന്റെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഉടൻ വിവാഹം നടക്കാനിരുന്നതാണ്, അതിനുള്ളിൽ എന്റെ മകൾ ഇങ്ങനെ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് അമ്മ കരയുന്നു.
അദ്ദേഹം അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് ശത്രുക്കളായ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും സാധ്യതയില്ല, അവൾ എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്റെ മകളെ കൊന്നവരെ വേഗം കണ്ടുപിടിക്കണം എന്നവർ പറയുന്നു. തീർച്ചയായും കണ്ടുപിടിക്കും, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് SIയുടെ ഫോൺ കോൾ വരുന്നത്. എന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. വേഗം വണ്ടി എടുക്കുക എന്ന് അസിസ്റ്റന്റിനോട് പറയുന്നു. അസിസ്റ്റന്റ് വേഗം വണ്ടി ഓടിച്ച് സ്റ്റേഷനിലെത്തുന്നു. ഒരാൾ താനാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് കീഴടങ്ങിയിരിക്കുന്നു. കീഴടങ്ങിയ ആൾ സിമ്രത്തിന്റെ ഒരു ബന്ധുവാണ്. ഞാനാണ് അവളെ കൊന്നത് എന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്കും സിമ്രത്തിനും വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്തിനാണ് കൊല്ലാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഒന്നിനും മറുപടി പറയാതെ നിശബ്ദനായിരിക്കുന്നു. അതുകൊണ്ട് ഇൻസ്പെക്ടർ അയാളെ കൊണ്ടുപോകാൻ പറയുന്നു. കൊല ചെയ്ത ഉടനെ എന്തിനാണ് അയാൾ കീഴടങ്ങാൻ വരുന്നത് എന്ന് ഇൻസ്പെക്ടർ സംശയിക്കുന്നുണ്ട്. ഈ വിവരം സീനിയർ ഓഫീസറെ വിളിച്ചു പറയുന്നു. സീനിയർ ഇത് കേട്ട അല്പം ആശ്വസിക്കുന്നു. കാരണം മാധ്യമങ്ങളെല്ലാം ഈ കേസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പത്രസമ്മേളനം നടത്താം എന്ന് അദ്ദേഹം പറയുന്നു. സീനിയർ അവിടേക്ക് വന്ന് കേസ് ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നു. ഇത്ര പെട്ടെന്ന് കേസ് പരിഹരിച്ചോ എന്നോർത്ത് എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. പോലീസ് ടീമിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. കേസ് കഴിഞ്ഞതുകൊണ്ട് ഇൻസ്പെക്ടറുടെ സീനിയറും സമാധാനിക്കുന്നു. ഇൻസ്പെക്ടർ കുറെ നാളായി നാട്ടിൽ പോകാൻ അവധി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിട്ട് വരൂ എന്ന് സീനിയർ പറയുന്നു. ഇൻസ്പെക്ടർ കുറച്ച് നാൾ അവധിയെടുത്ത് അമ്മയെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അമ്മയെ അറിയിക്കുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് നാട്ടിലെത്തുന്നു. അദ്ദേഹം ഒരുപാട് വർഷമായി നാട്ടിലേക്ക് വരാറില്ലായിരുന്നു. നാട്ടിലുള്ളവരെല്ലാം എന്താ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിക്കുന്നു. എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ആ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു അടുത്ത സുഹൃത്തുണ്ട്. അയാൾ ഇപ്പോഴൊരു കർഷകനാണ്. അവനെ കാണാനായി ഇൻസ്പെക്ടർ ചെല്ലുന്നുണ്ട്. നീ പോലീസ് ഓഫീസറായി, ഞാൻ ഇപ്പോഴും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സുഹൃത്ത് അല്പം നിരാശയോടെ പറയുന്നു. എന്താടാ, കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൃഷി ചെയ്യണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം, എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ നിരാശയോടെ സംസാരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ കൃഷിയിൽ വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല, അതാണ് നിരാശ എന്ന് സുഹൃത്ത് പറയുന്നു. ശേഷം സുഹൃത്ത് ചോദിക്കുന്നു, നീ കള്ളന്മാരെ മാത്രം പിടിക്കുവല്ലോ അതോ ജിന്നിനെയൊക്കെ പിടിക്കോ? എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അപ്പോൾ സുഹൃത്ത് കാര്യം പറയാൻ തുടങ്ങുന്നുണ്ട്. അയാൾ പണം സൂക്ഷിക്കാൻ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിന് നമ്പർ ലോക്കും ഉണ്ട്. പാസ്വേഡ് മാറ്റിയാലും അതിൽ നിന്ന് പണം കാണാതാകുന്നുണ്ട്. നാട്ടിലെ മുതിർന്നവരോട് സംസാരിച്ചപ്പോൾ ഇത് ജിന്നിന്റെ പണിയായിരിക്കാം എന്നവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻസ്പെക്ടറോട് അങ്ങനെ ചോദിച്ചത്. ജിന്നുമില്ല, ഒന്നുമില്ല, ഏതോ ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ കണ്ടുപിടിക്കാം. നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പറ എന്ന് ഇൻസ്പെക്ടർ ആവശ്യപ്പെടുന്നു. സുഹൃത്ത് എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞ ഇൻസ്പെക്ടർ പറയുന്നു, നിന്റെ അനിയനാണ് ഇത് ചെയ്യുന്നത്. കാരണം അവൻ നമ്മുടെ കോളേജിലല്ലേ പഠിച്ചത്. ഈ സമയത്തല്ലേ അവന് കോളേജ് തുടങ്ങുന്നത്. അവൻ എന്തിനാണ് ഇത്ര നേരത്തെ പോണേ? അവൻ നേരത്തെ പോകുന്നതല്ല, നീ ലോക്ക് ചെയ്യുന്നത് ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ അകത്ത് കയറി പണമെടുക്കുന്നു. ഇതായിരിക്കും നടന്നിട്ടുണ്ടാവുക. നീ ഒരു ദിവസം ഒളിച്ചിരുന്ന് നോക്ക്, നിന്റെ അനിയൻ പിടിക്കപ്പെടും. സുഹൃത്തും അത് സമ്മതിക്കുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടറുടെ അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. എന്താ മോനെ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അമ്മയെ ഞാൻ നാട്ടിലെത്തി, ഉടനെ വരാം എന്ന് പറയുന്നു. അതേസമയം ഇൻസ്പെക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ഒരു കടയിലെ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞ് സാമ്പിൾ കൊണ്ടുപോയിരുന്നു. അതിന്റെ ഫലം വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ പോലീസുമായി അവിടേക്ക് വരുന്നു. നിന്റെ കടയിലെ ഭക്ഷണം നിലവാരമില്ലാത്തതാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞ് ആ കടക്കാരനെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ വീട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് 30 വയസ്സിന് മുകളിലായി. ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും മകന്റെ വിവാഹം വേഗം നടത്തണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നു. അമ്മ പറയുന്നത് കേൾക്കുന്നേ ഇല്ല എന്നൊക്കെ അവർ പരാതിപ്പെടുന്നുണ്ട്. കുടിക്കാനായി എന്തോ എടുക്കാൻ പോകുമ്പോൾ കടക്കാരനെ സ്റ്റേഷനിലിരുത്തി പോലീസുകാർ സംസാരിക്കുന്നു. ലഞ്ചിന് പകരം ആ കടയിലെ സമൂസയാണ് അവരെല്ലാരും കഴിക്കുന്നത്. നിങ്ങൾ പോലും കഴിക്കുന്നുണ്ടല്ലോ, നല്ല രുചിയുണ്ട് എന്ന് കടക്കാരൻ പറയുന്നു. അപ്പോഴാണ് ലേഡി SIക്ക് ഫോണിലൂടെ ഒരു വിവരം കിട്ടുന്നത്. കേട്ടയുടനെ അവർ ഞെട്ടുന്നുണ്ട്. ഉടനെ തന്നെ ഇൻസ്പെക്ടറിനെ വിളിച്ച് ആ വിവരം പറയുന്നു. അതേപോലെ ഒരു മൃതദേഹം മറ്റൊരിടത്തു നിന്ന് കിട്ടിയിരിക്കുന്നു. ഇത്തവണയും ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ, നിങ്ങൾ ആദ്യം അങ്ങോട്ട് പോ, ഞാൻ പിന്നാലെ വരാം എന്ന് പറയുന്നു. അമ്മ കുടിക്കാനായി എന്തോ കൊണ്ടുവന്നപ്പോഴേക്കും ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് ആ സ്ഥലത്തെത്തുന്നുണ്ട്. അദ്ദേഹം എത്തുമ്പോഴേക്കും സഹപ്രവർത്തകർ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടറും ആ സ്ഥലത്തെത്തി മൃതദേഹം കാണുന്നു. ആദ്യത്തെ മൃതദേഹത്തിന്റെ മുഖം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഈ മൃതദേഹവും. മുഖം ഒട്ടും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പേര് പ്രീത് എന്നാണ്. പ്രീതിന്റെ മാതാപിതാക്കൾ അവിടേക്ക് വരുന്നുണ്ട്. മകളെ കാണാനില്ലെന്ന് അന്വേഷിച്ചിരിക്കുകയായിരുന്നു അവർ. അതിനുശേഷമാണ് മൃതദേഹം കിട്ടിയ വിവരം അറിയുന്നത്. വസ്ത്രം കണ്ട് അവർ തങ്ങളുടെ മകളാണെന്ന് ഉറപ്പിക്കുന്നു. കുറച്ച് ബന്ധുക്കളും അവിടെ വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ ആ ബന്ധുക്കളെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കുന്നു. മകൾക്ക് ശത്രുക്കളായ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആരുമില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെയും വിവാഹ നിശ്ചയം കുറച്ചുനാൾ മുൻപാണ് കഴിഞ്ഞത്. പ്രതിശ്രുത വരൻ പരിക്കുകളോടെ ആംബുലൻസിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ സംഭവത്തിലെ പോലെ തന്നെ ഈ വരനെയും തലക്കടിച്ച് വീഴ്ത്തിയിട്ടാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചായിരുന്നു. അയാളും പ്രീതും സംസാരിച്ചുകൊണ്ട് നടക്കുന്നു.
നടക്കുമ്പോൾ പിന്നിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു വാൻ വരുന്നു. വാനിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. കയ്യിലൊരു കല്ല് പോലത്തെ വസ്തുവുണ്ട്. പതുക്കെ അവരുടെ പിന്നാലെ നടന്നു വരുന്നു. അവർ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വരന്റെ തലയ്ക്ക് ഒരടി കൊടുക്കുന്നു. എന്നിട്ട് പ്രീതിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഇൻസ്പെക്ടർ അറിയുന്നുണ്ട്. എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് രണ്ടുപേരുടെ കാൽപ്പാടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. കൊലപാതകം നടത്തിയത് ഒരാളാകണമെന്നില്ല, രണ്ടുപേരാകാം എന്ന് ലേഡി SI പറയുന്നു. വാർത്തകളിൽ വീണ്ടും ഈ കേസിനെ കുറിച്ച് ചർച്ചകൾ തുടങ്ങുന്നു. ആദ്യം ഒരാൾ കുറ്റം സമ്മതിച്ചു, എന്നാൽ ഇപ്പോൾ അതേ രീതിയിൽ വീണ്ടും കൊലപാതകം നടന്നിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? പോലീസ് ഇത് പരിഹരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നു. പ്രീതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായി ഇൻസ്പെക്ടറും കൂടെ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇത്തവണയും. ആദ്യം കൊലപ്പെടുത്തി, അതിനുശേഷമാണ് ആസിഡ് ഉപയോഗിച്ച് മുഖം വികൃതമാക്കിയത് എന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ ആദ്യത്തെ കൊലപാതകത്തിൽ കഴുത്തു ഞെരിച്ചാണ് കൊന്നതെങ്കിൽ ഈ കൊലപാതകത്തിൽ മൂർച്ചയേറിയ ഒരു വസ്തു ഉപയോഗിച്ച് കുത്തിയാണ് കൊന്നിരിക്കുന്നത്. അതൊരു പേനയാകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ആദ്യത്തെ കൊലപാതകത്തിൽ സിമ്രത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ DNA കിട്ടിയിരുന്നു. അതുപോലെ പ്രീതിന്റെ വസ്ത്രത്തിലും മറ്റൊരു സ്ത്രീയുടെ DNA ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. മൃതദേഹം മറ്റൊരിടത്ത് കൊണ്ടുപോയി ഇടാൻ എടുത്ത സമയത്ത് വസ്ത്രത്തിൽ DNA പറ്റിയിരിക്കാം എന്ന് ഇൻസ്പെക്ടർ സംശയിക്കുന്നു. രണ്ടുപേർ ചേർന്നാണ് ഇത് ചെയ്യുന്നതെന്നും അതിലൊരാൾ സ്ത്രീ ആകാമെന്നും അദ്ദേഹം കരുതുന്നു. അന്ന് രാത്രി അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. പ്രീതിന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ അതിലൊരാളുടെ മേൽ അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു. അയാളുടെ പോക്കറ്റിൽ ഒരു പേനയും കണ്ടിരുന്നു. ആ പേന ഉപയോഗിച്ചും കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് SI പറയുന്നു. അവരും ശരിയെന്ന് സമ്മതിക്കുന്നു. മറ്റൊരു ദിവസം സ്റ്റേഷനിലെ സീൻ കാണിക്കുന്നു. ഇൻസ്പെക്ടറുടെ അസിസ്റ്റന്റ് മാത്രമേ സ്റ്റേഷനിലുള്ളൂ. അപ്പോൾ ഒരാൾ വന്ന് ഞാൻ പ്രീതിന്റെ ബന്ധുവാണ് എന്ന് പറയുന്നു. അസിസ്റ്റന്റ് സാധാരണ പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബന്ധു പറയുന്നു പ്രീതിനെ കൊന്നത് ഞാനാണെന്ന്. ഇത് കേട്ട് അസിസ്റ്റന്റ് ഞെട്ടി ഇൻസ്പെക്ടറെ വിളിച്ച് വിവരം അറിയിക്കുന്നു. SI കോൾ എടുക്കുന്നത്. അവർ ഇൻസ്പെക്ടറോട് കാര്യം പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നു. ആദ്യത്തെ കൊലപാതകത്തിന് സിമ്രത്തിന്റെ ബന്ധുവും ഇപ്പോൾ പ്രീതിന്റെ കൊലപാതകത്തിന് അവളുടെ ബന്ധുവും കുറ്റം സമ്മതിച്ചിരിക്കുന്നു. എന്തിനാണ് കൊന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. അതിന് മാത്രം അയാൾ മറുപടി ഒന്നും നൽകാതെ നിശബ്ദനായിരിക്കുന്നു. പറയുന്നില്ലേ എന്ന് വീണ്ടും ചോദിച്ചിട്ടും അയാൾ മിണ്ടുന്നില്ല. ഇത് ശരിയാവില്ല, ഇവനെ കൊണ്ടുപോയി അടിച്ച് സത്യം പുറത്തു കൊണ്ടുവരൂ എന്ന് അദ്ദേഹം പറയുന്നു. പോക്കറ്റിൽ പേന വെച്ചിരുന്ന ഇൻസ്പെക്ടർ സംശയിച്ച അതേ ആളാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഊഹിച്ചത് ശരിയായിരുന്നു എന്ന് ലേഡി SI പറയുന്നു. എന്നാലും ഇൻസ്പെക്ടർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനാണ് കുറ്റം ചെയ്തതെന്ന് നമുക്ക് തെളിവുകളൊന്നുമില്ല. നമ്മൾ അവനെ കണ്ടുപിടിച്ചതുമില്ല. അവനായിട്ട് എന്തിനാണ് കീഴടങ്ങാൻ വരുന്നത്? ഇതിലെന്തോ പന്തികേടുണ്ട്, മറ്റാരോ ആണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. മരിച്ചുപോയ രണ്ട് പെൺകുട്ടികൾക്കിടയിൽ പൊതുവായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ലേഡി SI പറയുന്നു. അതോടൊപ്പം മറ്റൊരാളെ വിളിച്ച് ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നും പറയുന്നു. വീട്ടിലിരുന്ന് ഇൻസ്പെക്ടർ ഈ കേസിനെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ നോക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്നവർ മനസ്സിൽ പറയുന്നു. മകൻ സാധാരണയായി വിളിച്ചാൽ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അമ്മ ഫോൺ ചെയ്ത് അമ്മയ്ക്ക് സുഖമില്ല, നീ വേഗം വാ എന്ന് പറയുന്നു. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. 2-3 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. ഇൻസ്പെക്ടർ കാർ എടുത്ത് വേഗത്തിൽ പുറപ്പെടുന്നു. മകന്റെ കാറിന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ അമ്മ കിടക്കയിൽ രോഗിയായി അഭിനയിച്ച് കിടക്കുന്നു. വന്ന ഉടനെ നമുക്ക് ആശുപത്രി പോവാം എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് ഇവിടെയുണ്ട്, എടുത്തതാ എന്ന് അമ്മ പറയുന്നു. അദ്ദേഹം മരുന്നെടുക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട്. മരുന്നിന്റെ കവർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പെൺകുട്ടികളുടെ ഫോട്ടോകളാണ്. അമ്മ തന്നെ വിളിച്ചു വരുത്താൻ അഭിനയിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും അദ്ദേഹം അമ്മയോട് ദേഷ്യപ്പെടുന്നില്ല. അമ്മേ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും കല്യാണക്കാര്യം പറയുമ്പോൾ നീ ഒഴിഞ്ഞു മാറുകയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എപ്പോഴാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. വേഗം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു. കേസ് ഫയലുകളും അദ്ദേഹം കൂടെ കൊണ്ടുവന്നിരുന്നു. അവിടെ ഇരുന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിവരമറിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട്. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അനിയനാണ് പണമെടുത്തതെന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. അതുപോലെ കുറച്ചു നേരം കളിക്കാമെന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. ഇൻസ്പെക്ടറും സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഇൻസ്പെക്ടർ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം സന്തോഷത്തോടെ കളിച്ചതിന് ശേഷം അവർ സംസാരിക്കാനായി മാറി നിൽക്കുന്നു. സുഹൃത്ത് ഇപ്പോഴും അല്പം അസ്വസ്ഥനാണ്. ഇപ്പോൾ എന്തിനാണ് നീ അസ്വസ്ഥനായിരിക്കുന്നതെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ അമ്മാവന് ധാരാളം കൃഷിസ്ഥലമുണ്ട്. അതിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങാമെന്ന് സുഹൃത്ത് വിചാരിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു സന്യാസി അമ്മാവനുമായി സംസാരിച്ച് ഈ സ്ഥലത്ത് കൃഷി ചെയ്യരുത്, ഇതൊരു പുണ്യസ്ഥലമാക്കി മാറ്റണം, എന്റെ പേരിൽ എഴുതി തരൂ, ഞാൻ പൂജ ചെയ്യാം എന്ന് പറഞ്ഞു. അയാൾ സാധാരണക്കാരനല്ല. ഒരു പൂജ നടത്തുമ്പോൾ ഞാനും അമ്മാവനും അവിടെ ഉണ്ടായിരുന്നു. പൂജയ്ക്കായി കുറച്ച് കല്ലുകൾ കുഴിച്ചിട്ടു. എന്നിട്ട് ദൈവമേ, ഈ കല്ലിനെ ഉയർത്തൂ എന്ന് പറഞ്ഞപ്പോൾ ആ കല്ല് പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നും സുഹൃത്ത് പറയുന്നുണ്ട്. എന്ത്, കല്ല് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നോ? അതിന് സാധ്യതയില്ല, എനിക്ക് ആ സ്ഥലം കാണണമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ശരി, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സുഹൃത്ത് ഇൻസ്പെക്ടറെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. കുഴിച്ചിട്ട കല്ല് പതുക്കെ പുറത്തേക്ക് വന്നതുപോലെയാണ് ആ സ്ഥലം കാണുന്നത്. ഇതിലെന്തോ തട്ടിപ്പുണ്ട്, ഈ സ്ഥലം കുഴിക്കണം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു.
പ്രശ്നമാവോ എന്ന് സുഹൃത്ത് ഭയപ്പെടുന്നുണ്ട്. ഒരു തട്ടിപ്പും ഇല്ലെങ്കിൽ കുഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇതിൽ തീർച്ചയായും തട്ടിപ്പുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ആ സ്ഥലം കുഴിക്കുന്നു. അപ്പോഴാണ് അയാൾ ചെയ്ത തട്ടിപ്പ് മനസ്സിലാവുന്നത്. ആ കല്ലിനടിയിൽ നെല്ല് നിറച്ച ചാക്കുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. നെല്ല് 2-3 ദിവസം കഴിയുമ്പോൾ വെള്ളം കയറി വീർക്കാൻ തുടങ്ങും. അപ്പോൾ ചാക്ക് വലുതാകുകയും കല്ല് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഈ തന്ത്രമാണ് അവൻ ഉപയോഗിച്ചതെന്ന് ഇൻസ്പെക്ടർ സുഹൃത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു. അതേസമയം ഇൻസ്പെക്ടറുടെ സ്റ്റേഷനിലെ സീൻ കാണിക്കുന്നു. ആ 2 പെൺകുട്ടികൾക്കിടയിൽ പൊതുവായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ SIയോട് പറഞ്ഞിരുന്നല്ലോ. SI ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ 2 പേരും ഒരേ കോളേജിലാണ് പഠിച്ചത്. ഇത് ഇൻസ്പെക്ടറോട് പറയണമെന്ന് അവിടുത്തെ അസിസ്റ്റന്റിനോട് പറയുന്നു. ഇൻസ്പെക്ടറെ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ട്. സാർ, മറ്റൊരു കാര്യവും പൊതുവായുണ്ട്. ഈ 2 പെൺകുട്ടികളുടെയും കോൾ ലോഗ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ നമ്പർ 2 പേരും സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഇന്ദ്രനും ഇതേ കോളേജിലാണ് പഠിച്ചിരുന്നത് എന്ന് പറയുന്നു. ശരി, ആ ഇന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുക എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. നേരത്തെ ഒരാൾ കുറ്റവാളിയായി കീഴടങ്ങിയിരുന്നെങ്കിലും അയാൾ കുറ്റം ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന് ഇൻസ്പെക്ടർ സീനിയറിനോട് പറഞ്ഞിരുന്നു. നീ വിചാരിച്ചതുപോലെ യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചോ എന്ന് സീനിയർ ചോദിക്കുന്നുണ്ട്. ഇതുവരെ പിടിച്ചില്ല സാർ, പക്ഷെ ഞാൻ ഉടൻ തന്നെ പിടിക്കും എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇന്ദ്രനാണ്. ആ 2 കൊലപാതകങ്ങളും ചെയ്തത് ഞാനാണ് എന്നയാൾ പറയുന്നു. സ്റ്റേഷനിലുള്ളവർ ഈ വിവരം ഇൻസ്പെക്ടറിനോട് പറയുന്നു. ഇൻസ്പെക്ടർ ഇന്ദ്രനെ കാണാനായി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തിനാണ് കൊന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവരെ 2 പേരെയും പ്രണയിച്ചിരുന്നു. എന്നാൽ അവർ എന്റെ പ്രണയം നിരസിച്ചു. അവർ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ 2 പേരെയും കൊന്നത് എന്നയാൾ പറയുന്നു. പിന്നെന്തിനാണ് മറ്റു 2 പേർ കീഴടങ്ങിയത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. ഞാനാണ് അവരോട് കീഴടങ്ങാൻ പറഞ്ഞത്. അവരുടെ വീട്ടിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് ഞാനിത് ചെയ്യിപ്പിച്ചത് എന്ന് ഇന്ദ്രൻ പറയുന്നു. അവന്റെ വീട്ടിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് ഞാനാണെന്ന് സമ്മതിച്ചാൽ മാത്രമേ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ തിരിച്ചു വരൂ എന്ന് ഭീഷണിപ്പെടുത്തി. ഇതാണ് നടന്നതെന്ന് അവൻ പറയുന്നു. അവൻ പറയുന്നത് സത്യമാണോ എന്ന് അവർ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. ശരിക്കും അവരുടെ വീട്ടിലെ സ്ത്രീകൾ കാണാതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടികൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. ഒരാഴ്ച അവർ വീട്ടിലെത്തും, പക്ഷെ അവരെവിടെയുണ്ടെന്ന് ഞാൻ പറയില്ല എന്നും അവൻ പറയുന്നു. ദേഷ്യം വന്ന പോലീസുകാർ അവനെ വലിച്ചയച്ചു കൊണ്ടുപോകുന്നു. ഇതുവരെ നടന്ന കാര്യങ്ങൾ അഭിമുഖത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ കോൾ വരുന്നു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ എടുക്കുന്നുണ്ട്. അമ്മ പുതിയൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നു. അമ്മ, ഞാനൊരു ഇന്റർവ്യൂവിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. സാർ, കേസ് പരിഹരിച്ചില്ലേ? പിന്നെന്തിനാണ് കൂടുതൽ അന്വേഷണം നടത്തിയത് എന്ന അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നുണ്ട്. കേസ് പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലായിരുന്നു. അവൻ സ്വയം വന്ന് കീഴടങ്ങിയതിലും എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്വേഷണം തുടർന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇന്ദ്രൻ കുറ്റം സമ്മതിച്ചെങ്കിലും ഇതിനു മുന്നേ 2 പേർ കുറ്റം സമ്മതിച്ചതുപോലെ ഇതും മറ്റൊരാടെയെങ്കിലും നിർബന്ധപ്രകാരമാകാം എന്ന് ഇൻസ്പെക്ടർ സംശയിക്കുന്നു. അതോടൊപ്പം 2 പേർ ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നും ഇന്ദ്രൻ കൂടാതെ മറ്റാരോ ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം കരുതുന്നു. മരിച്ചുപോയ 2 പെൺകുട്ടികളുടെയും മുഖം വികൃതമാക്കിയതുകൊണ്ട് മാതാപിതാക്കൾക്ക് 100% അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടർ ഡോക്ടറെ വിളിച്ച് മരിച്ചവരുടെ DNA അവരുടെ മാതാപിതാക്കളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു. ശരി സാർ, മാതാപിതാക്കളുടെ സാമ്പിളുകൾ എടുത്ത് ഞാൻ പരിശോധിക്കാം എന്ന് ഡോക്ടർ പറയുന്നു. റിപ്പോർട്ട് സംസാരിക്കാനായി ഇൻസ്പെക്ടർ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. DNA മാതാപിതാക്കളുമായി ചേരുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട ഇൻസ്പെക്ടർ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ഡോക്ടർ മറ്റൊരു സാധ്യത പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ മാതാപിതാക്കൾ കുട്ടികളെ ദത്തെടുത്തതാകാം, അതുകൊണ്ടും DNA ചേരാതിരിക്കാം. ശരി, ഞാൻ മാതാപിതാക്കളോട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടെ നിന്നും പോവാണ്. മരിച്ച 2 പെൺകുട്ടികളുടെ വസ്ത്രത്തിലും മറ്റൊരു DNA കിട്ടിയിരുന്നല്ലോ. ആ DNA മാതാപിതാക്കളുടേതുമായി ഒത്തുനോക്കാൻ അദ്ദേഹം ഡോക്ടറോട് പറയുന്നു. 2 സംഭവങ്ങളും നടന്ന സ്ഥലത്ത് ഇൻസ്പെക്ടർ വീണ്ടും പോകുന്നുണ്ട്. എങ്ങനെയാണ് സംഭവം നടന്നതെന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല സാർ, വളരെ ആശ്ചര്യമായിരിക്കുന്നു. ആ പെൺകുട്ടികളുടെ വസ്ത്രത്തിൽ നിന്ന് കിട്ടിയ DNA മാതാപിതാക്കളുടേതുമായി കൃത്യമായി ചേരുന്നുണ്ട് എന്ന് പറയുന്നു. അതായത് കൊലയാളിയാകാം എന്ന് സംശയിച്ച ആളുടെ DNA ആണ് മാതാപിതാക്കളുമായി ചേരുന്നത്. കൊല്ലപ്പെട്ടവരുടെ DNA ചേരുന്നുമില്ല. ഇൻസ്പെക്ടർ ജയിലിലുള്ള ഇന്ദ്രനെ ഒരിടത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. നീ തനിച്ചല്ല ഈ കൊലപാതകം ചെയ്തത്, മറ്റൊരാൾ പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തത്. നീ ഇപ്പോൾ കുറ്റം ഏറ്റെടുത്തതും മറ്റാരോ പറഞ്ഞിട്ടാണ്. സത്യം പറ, അതാരാണ് എന്ന് ചോദിക്കുന്നു. ഇന്ദ്രൻ ആദ്യം നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ അവനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ഒടുവിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് പറയാമെന്ന് ഇന്ദ്രൻ സമ്മതിക്കുന്നു. അവൻ അവരെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മുഖം മൂടിയിട്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. ആരാണത് എന്ന് ചോദിച്ച് അവർ അവരെ പിടികൂടുന്നു. അപ്പോഴാണ് അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, ആ ലേഡി SI ആയിരുന്നു. പദ്ധതിയുടെ അടുത്ത ഘട്ടം അവിടെ വെച്ച് നടത്തുമ്പോഴാണ് അവർ പിടിക്കപ്പെടുന്നത്. എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. ലേഡി SI നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. SIക്ക് മീര എന്നൊരു അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാപിതാക്കളില്ല. മീര കോളേജിൽ പഠിക്കാൻ പ്രായമായപ്പോൾ അവളെ അവർ സ്നേഹത്തോടെ ഒരു കോളേജിൽ ചേർത്തു. ആ 2 പെൺകുട്ടികൾ പഠിച്ച അതേ കോളേജിലാണ് മീരയും പഠിച്ചത്. നടന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവർ 2 പേരും മീര കോളേജിൽ ചേരുമ്പോൾ സീനിയേഴ്സ് ആയിരുന്നു. അവരെല്ലാ ജൂനിയർ പെൺകുട്ടികളെയും റാഗ് ചെയ്യുമായിരുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാവരെയും പറഞ്ഞയച്ചിട്ട് മീരയെ മാത്രം റാഗ് ചെയ്യുന്നു. മീരയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അത് വെച്ചാണ് അവർ അവളെ ക്രൂരമായി റാഗ് ചെയ്തത്.
മീരയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ തുടർച്ചയായ റാഗിംഗ് കാരണം അവൾ ഒരു ഘട്ടത്തിൽ മൂത്രം ഒഴിച്ചു പോകുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും അവളെ കളിയാക്കുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അവളെ പോകാൻ അനുവദിക്കുന്നുണ്ട്. മറ്റൊരു ദിവസം മീര നടന്നു പോകുമ്പോൾ ആ വീഡിയോ കോളേജിൽ മുഴുവൻ പ്രചരിപ്പിച്ചതായി അവൾ അറിയുന്നു. എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു, പക്ഷെ അവൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്ന് SI പറയുന്നു. വീട്ടിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അവൾ ഒരു കത്തിയെടുത്ത് കൈമുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. വീട്ടിൽ വന്ന SI അനിയത്തി മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടുന്നു. അനിയത്തിക്ക് ഇന്ദ്രൻ എന്നൊരു കാമുകനുണ്ടായിരുന്നു. ഇന്ദ്രനോട് ഈ വിവരം പറയുന്നുണ്ട്. അനിയത്തിയുടെ മരണത്തിനെ കുറിച്ച് പുറം ലോകം അറിയരുതെന്ന് അവർ തീരുമാനിക്കുന്നു. അനിയത്തി വിദേശത്തേക്ക് പോയി എന്ന് എല്ലാവരോടും പറയുന്നു. മൃതദേഹം സംസ്കരിക്കാനായി അവർ ഒരിടത്ത് കുഴിച്ചിടുന്നു. ഇന്ദ്രനും അവൾക്കും ഒരുപോലെ പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. അവർ ഒരുമിച്ച് പദ്ധതിയിടുന്നു. ബന്ധുക്കളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളെ തന്നെ കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആ രണ്ടുപേർ കീഴടങ്ങാൻ കാരണമായത്. എന്നാലും ഇൻസ്പെക്ടർ കേസ് വിടാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ദ്രൻ സ്വയം കുറ്റം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ഇന്ദ്രൻ SIയോട് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ദ്രൻ പിടിക്കപ്പെട്ടത്. എന്നാൽ അതിനുശേഷവും ഇൻസ്പെക്ടർ അന്വേഷണം തുടരുകയും ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തി SIയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. നിയമം കയ്യിലെടുക്കുന്നത് തെറ്റാണ് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ടാണോ മുന്നോട്ട് പോവുക എന്ന് ലേഡി SI ചോദിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് ലേഡി SIയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അസിസ്റ്റന്റിന് സംശയങ്ങൾ ബാക്കിയാണ്. സർ, ഈ കേസിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ യഥാർത്ഥ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുന്നത്. മൃതദേഹം കിട്ടിയ സ്ഥലം അദ്ദേഹം നന്നായി നിരീക്ഷിച്ചിരുന്നു. അവിടെ രണ്ടുപേരുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ രണ്ടുപേർ ചേർന്നാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. സിമ്രത്തും പ്രീത്തും മരിച്ചിട്ടില്ല. എന്താ സർ പറയുന്നത് എന്ന് അസിസ്റ്റന്റ് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. സാധാരണയായി മരിച്ചവരെ മുഖം നോക്കിയാണ് തിരിച്ചറിയുന്നത്. എന്നാൽ ഈ കേസിൽ മാതാപിതാക്കൾ വസ്ത്രം നോക്കിയാണ് തിരിച്ചറിഞ്ഞത്. കാരണം മുഖം അത്രത്തോളം വികൃതമായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് സംശയം തുടങ്ങിയത്. ഞാൻ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വ്യക്തമായി പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നു. സിമ്രത്തിനെയും അവളുടെ പ്രതിസ്തുത വരനെയും അവർ ആക്രമിച്ചു. സിമ്രത്തിനെ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് സിമ്രത്താണ് കൊല്ലപ്പെട്ടതെന്ന് എല്ലാവരും കരുതി. എന്നാൽ തട്ടിക്കൊണ്ടുപോയവർ സിമ്രത്തിനെ അവിടെ ഉപേക്ഷിച്ചില്ല. പകരം മറ്റൊരാളുടെ മൃതദേഹമാണ് അവിടെ ഉപേക്ഷിച്ചത്. ആ മൃതദേഹത്തിൽ സിമ്രത്തിന്റെ വസ്ത്രം ധരിപ്പിച്ചു. ഇതുപോലെയാണ് രണ്ടാമത്തെ സ്ഥലത്തും നടന്നത്. പ്രീതിനെ തട്ടിക്കൊണ്ടുപോയി അവളുടെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടെ മൃതദേഹം ഉപേക്ഷിച്ചു. വസ്ത്രം നോക്കി അത് പ്രീതാണെന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ചു. ഇത് സിമ്രത്തിന്റെയും പ്രീതിന്റെയും മൃതദേഹം അല്ലെന്ന് ഇൻസ്പെക്ടർ ഊഹിച്ചു. അതേ പ്രായത്തിലുള്ള മറ്റേതെങ്കിലും പെൺകുട്ടികൾ അന്ന് കാണാതായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. ആരും കാണാതായിട്ടില്ല. എന്നാൽ മോർച്ചറിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ട മൃതദേഹം കിട്ടുന്ന ദിവസം നോക്കി അവർ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും ആ മൃതദേഹങ്ങൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ സിമ്രത്തിന്റെ ശരീരഘടനയുള്ള ഒരു മൃതദേഹത്തിനായി അവർ കാത്തിരുന്നു. മൃതദേഹം കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ സിമ്രത്തിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. സിമ്രത്തിനെ തട്ടിക്കൊണ്ടുപോയെങ്കിലും അവളെ കൊന്നില്ല. പകരം മോർച്ചറിയിൽ നിന്നെടുത്ത മൃതദേഹത്തിന്റെ മുഖം വികൃതമാക്കി അവിടെ ഉപേക്ഷിച്ചു. ഇതുകൊണ്ടാണ് മാതാപിതാക്കളുമായി DNA ചേരാതിരുന്നത്. എന്നാൽ സിമ്രത്ത് ആ വസ്ത്രം ധരിച്ചപ്പോൾ മാതാപിതാക്കൾ അവളെ തൊട്ടിരിക്കാം. അതുകൊണ്ടാണ് ആ വസ്ത്രത്തിൽ അവരുടെ DNA ഉണ്ടായിരുന്നത്. ഇതാണ് കേസിലെ ആശയക്കുഴപ്പത്തിന് കാരണം. ഇന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ 4 പെൺകുട്ടികൾ എവിടെയുണ്ടെന്നും അവൻ പറഞ്ഞു. സിമ്രത്ത്, പ്രീത്, പിന്നെ കീഴടങ്ങിയ ബന്ധുക്കളുടെ 2 പെൺകുട്ടികൾ. അങ്ങനെ ഇൻസ്പെക്ടർ 4 പേരെയും രക്ഷിച്ചു. എന്നാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഇന്ദ്രൻ പറഞ്ഞിരുന്നില്ല. അത് ഇൻസ്പെക്ടർ സ്വയം കണ്ടെത്തിയതാണ്. അതെങ്ങനെയാണ് സർ കണ്ടുപിടിച്ചത് എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ കോളേജിൽ മീര എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നതായി അറിഞ്ഞു. ആ മീരയുടെ ചേച്ചിയാണ് SI എന്നും മനസ്സിലായി. അതിൽ നിന്നാണ് SIക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അനീതിയുടെ മരണത്തിന് കാരണമായവരെ അവർ എന്തുകൊണ്ട് കൊന്നില്ല എന്നൊരു ചോദ്യം വരാം. അതിന്റെ കാരണവും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ആ 2 പെൺകുട്ടികളെ കൊല്ലുന്നത് SIയുടെ ലക്ഷ്യമായിരുന്നില്ല. അവർക്ക് ഉടനെ തന്നെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. അതെങ്ങനെയെങ്കിലും മുടക്കണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം അവരെ കൊന്നാൽ SIക്ക് ശിക്ഷ കിട്ടും. എന്നാൽ ഇപ്പോൾ അവർ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല. അവർ ഒരു നാടകം കളിക്കുകയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ പെൺകുട്ടികളുടെ പ്രതിശ്രുത വരന്മാർ കുറച്ചു കാലം കാത്തിരുന്നതിന് ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കും. അതിനുശേഷം ഇവരെ 2 പേരെയും മോചിപ്പിക്കാനായിരുന്നു പദ്ധതി. അത് അവർക്ക് ജീവിതകാലം മുഴുവൻ വലിയൊരു വേദന നൽകുമല്ലോ. അതിനുവേണ്ടിയാണ് SI ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടത്. ഇപ്പോൾ നമ്മൾ പ്രസന്റിലേക്ക് വരുന്നു. ഇൻസ്പെക്ടറുടെ സീനിയർ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നു. അതോടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.